Buongiorno tutti. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച 25 ഷോർട്ട് സെൻറ്റൻസസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഇനിയും വേണം എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിലും നമുക്ക് 20 ഷോർട്ട് സെൻറ്റൻസസ് പഠിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇൻഫോർമൽ സിംഗുലർ, ഇൻഫോർമൽ പ്ലൂരൽ, ഫോർമൽ സിംഗുലർ, ഫോർമൽ പ്ലൂരൽ, ഇങ്ങനെ 4 രീതിയിൽ ഈ സെൻറ്റൻസസ് നമുക്ക് പഠിക്കാം. ഓക്കെ, siete pronti? Iniziamo. siete pronti എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർ യു റെഡി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിച്ചിയാമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. ഫസ്റ്റ് വൺ, അറ്റൻഡോ, അറ്റൻഡ. വാച്ച് ഔട്ട്, ശ്രദ്ധിക്കുക. അറ്റൻഡോ മെയിലാണ്, അറ്റൻഡ ഫീമെയിൽ. ഇൻഫോർമൽ സിംഗുലറിനാണ് നമ്മൾ അറ്റൻഡോ അല്ലെങ്കിൽ അറ്റൻഡ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് നമുക്ക് ഒത്തിരി അടുപ്പമുള്ളവരോട്, നമ്മുടെ സെയിം ഏജുകാരോടൊക്കെ നമുക്ക് അറ്റൻഡോ അല്ലെങ്കിൽ അറ്റൻഡ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് വൺ, അറ്റൻഡി, എ അറ്റൻഡ്. അറ്റൻഡി എന്ന് പറയുന്നത് ഇൻഫോർമൽ പ്ലൂരലാണ്. അത് മെയിലിനോടാണ് നമ്മൾ അറ്റൻഡി എന്ന് പറയുന്നത്. എന്നാൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അറ്റൻഡ് എന്നാണ് പറയേണ്ടത്. സ്റ്റിയ അറ്റൻഡോ ഓ സ്റ്റിയ അറ്റൻഡ, ഫോർമൽ സിംഗുലർ. റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളോട് സിംഗുലർ പേഴ്സൺ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിയ അറ്റൻഡോ അല്ലെങ്കിൽ സ്റ്റിയ അറ്റൻഡ എന്നാണ് പറയേണ്ടത്. ഇനി റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികൾ മെയിലായിട്ട് ഒത്തിരി പേരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാത്തെ അറ്റൻഡി എന്നാണ് പറയേണ്ടത്. എന്നാൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാത്തെ അറ്റൻഡ് എന്ന് പറയണം. അത് ഫോർമൽ പ്ലൂരലാണ്. റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളോടാണ് നമ്മൾ ഫോർമൽ പ്ലൂരലിന് സ്റ്റാത്തെ അറ്റൻഡ് എന്ന് പറയുന്നത്. വിയേനി പ്രേസ്റ്റോ, കം എയർലി. നേരത്തെ വരൂ എന്ന് പറയാനാണ് വിയേനി പ്രേസ്റ്റോ എന്ന് പറയുന്നത്. ഇൻഫോർമൽ സിംഗുലർ. വെനീത്തെ പ്രേസ്റ്റോ, ഇൻഫോർമൽ പ്ലൂരൽ. വേങ്ക പ്രേസ്റ്റോ, ഫോർമൽ സിംഗുലർ. വേങ്ക പ്രേസ്റ്റോ, റെസ്പെക്റ്റ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വേങ്ക പ്രേസ്റ്റോ എന്നാണ് പറയേണ്ടത്. വേങ്കനോ പ്രേസ്റ്റോ, ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ, ലവോറ സോദോ. വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യുക. ഇൻഫോർമൽ സിംഗുലർ ആണ്. ലവോറ സോദോ. ലവോറ എന്ന വാക്കിൻ്റെ അർത്ഥം വർക്ക് എന്നാണ്. സോദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ലവോറാത്തെ സോദോ, ഇൻഫോർമൽ പ്ലൂരൽ. ലവോറി സോദോ, ഫോർമൽ സിംഗുലർ. ലവോറിനു സോദോ, ഫോർമൽ പ്ലൂരൽ. കഠിനാധ്വാനം ചെയ്യുക. ദോർമി ബേനെ, സ്ലീപ്പ് വെൽ, നന്നായി ഉറങ്ങൂ എന്ന് പറയാനാണ് ദോർമി ബേനെ എന്ന് പറയുന്നത്. ഇൻഫോർമൽ സിംഗുലർ ആണ്. ദോർമിത്തെ ബേനെ, ഇൻഫോർമൽ പ്ലൂരൽ. ദോർമ ബേനെ, ഫോർമൽ സിംഗുലർ. നിങ്ങൾ കെയർ ഗിവറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുന്ന പേഷ്യൻസിനോട് കിടക്കാൻ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ദോർമ ബേനെ എന്ന് പറയാൻ പറ്റും. ഇനി അവിടെ ഒന്നിലധികം പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദോർമനോ ബേനെ എന്നും പറയാം. ഫോർമൽ പ്ലൂരലിനാണ് ദോർമനോ ബേനെ എന്ന് പറയേണ്ടത്. സ്ലീപ്പ് വെൽ, നന്നായി ഉറങ്ങും. നെക്സ്റ്റ് വൺ, മാന്തലോ ഓ മാന്തല. സെൻഡിച്ച്, അത് അയച്ചു തരിക. ഇൻഫോർമൽ സിംഗുലർ ആണ്. മന്ദാതെലോ ഓ മന്ദാതെല, ഇൻഫോർമൽ പ്ലൂരൽ. ലോ മാന്തി ഓ ലമാന്തി, ഫോർമൽ സിംഗുലർ. ലോ മാന്തിനോ ലമാന്തിനോ, ഫോർമൽ പ്ലൂരൽ. ലോ ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്, ഹിം, ഓർ, ഹെർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ലോ ല എന്ന വേർഡുകൾ ഉപയോഗിക്കുന്നത്. ഇൻ ദിസ് കേസ് ഇറ്റ് എന്നുള്ള അർത്ഥമാണ്. അത് അയച്ചു തരിക എന്ന് പറയാനാണ് സെൻഡിറ്റ്. അത് അയച്ചു തരിക എന്ന അർത്ഥത്തിനാണ് ലോ അല്ലെങ്കിൽ ല എന്നത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ചില സിറ്റുവേഷനിൽ ലോ അല്ലെങ്കിൽ ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിം, ഹെർ, അവന്, അവൾക്ക് എന്നുള്ള അർത്ഥത്തിലും നമ്മളിത് ഉപയോഗിക്കാറുണ്ട്. പ്രെൻഡി ക്വസ്റ്റോ ഓ പ്രെൻഡി ക്വസ്റ്റ. ടേക്ക് ദിസ്, ഇതെടുക്കുക. ഇൻഫോർമൽ സിംഗുലർ ആണ്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മെയിൽ ആണെന്നുണ്ടെങ്കിൽ പ്രെൻഡി ക്വസ്റ്റോ എന്നാണ് പറയേണ്ടത്. എന്നാൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ, ആയിൽ അവസാനിക്കുന്നു, ക്വസ്റ്റ എന്ന് പറയണം. പ്രെൻഡേറ്റെ ക്വസ്റ്റോ ഓ പ്രെൻഡേറ്റെ ക്വസ്റ്റ, ഇൻഫോർമൽ പ്ലൂരലാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഒത്തിരി പ്ലൂരൽ പേഴ്സൺസ് മെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രെൻഡേറ്റ് ക്വസ്റ്റോ എന്നാണ് പറയേണ്ടത്. എന്നാൽ എല്ലാവരും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ പ്രെൻഡേറ്റെ ക്വസ്റ്റ എന്ന് പറയണം.
നെക്സ്റ്റ് വൺ പ്രേന്ത ക്വസ്റ്റോ അല്ലെങ്കിൽ പ്രേന്ത ക്വസ്റ്റ, ഫോർമൽ സിംഗുലർ. പ്രേന്തനോ ക്വസ്റ്റോ, പ്രേന്തനോ ക്വസ്റ്റ, ഫോർമൽ പ്ലൂരൽ. ടേക്ക് ദിസ്, ഇതെടുക്കുക. തിയേനി ഫോർത്തെ, ഹോൾഡ് ടൈറ്റ്, മുറുകെ പിടിക്കുക, ഇൻഫോർമൽ സിംഗുലർ ആണ്. തെനേത്തെ ഫോർത്തെ, ഇൻഫോർമൽ പ്ലൂരൽ. തേങ്ക ഫോർത്തെ, ഫോർമൽ സിംഗുലർ. തേങ്കനോ ഫോർത്തെ, ഫോർമൽ പ്ലൂരൽ. ഈ തേങ്ക ഫോർത്തെ എന്ന വേർഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേഷ്യൻസിനോടൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ്. തേങ്ക ഫോർത്തെ എവിടെയെങ്കിലും ഹോൾഡ് ടൈറ്റ്, മുറുകെ പിടിച്ചോളൂ എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തേങ്ക ഫോർത്തെ എന്നാണ് പറയേണ്ടത്. നെക്സ്റ്റ് വൺ ദിമെൻറ്റിക്കലോ ഓ ദിമെൻറ്റിക്കല, ഫോർഗെറ്റ് ഇറ്റ്, അത് മറക്കൂ, ഇൻഫോർമൽ സിംഗുലർ. ഇനി അതിൻ്റെ പ്ലൂരൽ ദിമെൻറ്റിക്കാത്തലോ ഓ ദിമെൻറ്റിക്കാത്തല, ഇൻഫോർമൽ പ്ലൂരൽ. ലോ ഓ ല ദിമെൻറ്റിക്കി, ഫോർമൽ സിംഗുലർ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. മെയിൽ ആണെന്നുണ്ടെങ്കിൽ ലോ ദിമെൻറ്റിക്കി എന്നാണ് പറയേണ്ടത്. എന്നാൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ല ദിമെൻറ്റിക്കി. റെസ്പെക്റ്റ് ചെയ്യേണ്ടവരോടാണ് നമ്മൾ ലോ ദിമെൻറ്റിക്കി അല്ലെങ്കിൽ ല ദിമെൻറ്റിക്കി എന്ന് പറയേണ്ടത്. ഇനി ലോ ദിമെൻറ്റിക്കിനോ അല്ലാന്നുണ്ടെങ്കിൽ ല ദിമെൻറ്റിക്കിനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമൽ പ്ലൂരലിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഫോർഗെറ്റ് ഇറ്റ്, അത് മറക്കൂ. നെക്സ്റ്റ് വൺ പ്രോവ ക്വസ്റ്റോ ഓ പ്രോവ ക്വസ്റ്റ, ട്രൈ ദിസ്, ഇത് പരീക്ഷിക്കൂ, ഇൻഫോർമൽ സിംഗുലർ. പ്രൊവാത്തെ ക്വസ്റ്റോ, പ്രൊവാത്തെ ക്വസ്റ്റ, ഇൻഫോർമൽ പ്ലൂരൽ. പ്രോവി ക്വസ്റ്റോ, പ്രോവി ക്വസ്റ്റ, ഫോർമൽ സിംഗുലർ. പ്രോവിനോ ക്വസ്റ്റോ, പ്രോവിനോ ക്വസ്റ്റ, ഫോർമൽ പ്ലൂരൽ. അറെൻഡിറ്റി, ഇൻഫോർമൽ സിംഗുലർ, ഗീവ് അപ്പ്, ഉപേക്ഷിക്കുക. അറെൻഡേറ്റവി, ഇൻഫോർമൽ പ്ലൂരൽ. സി അറേൻഡ, ഫോർമൽ സിംഗുലർ. സി അറേൻഡനോ, ഫോർമൽ പ്ലൂരൽ. ഒരു എക്സാമ്പിൾ പറയാം. എപ്രോപ്രിയോ ദിഫീച്ചിലെ അറേൻഡിറ്റി, അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നീ അത് ഉപേക്ഷിക്കൂ എന്നൊക്കെ പറയാനാണ് എപ്രോപ്രിയോ ദിഫീച്ചിലെ അറേൻഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചേക്കൂ, അതിനെ മറന്നേക്കൂ എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. പെൻസ ഇൻഫ്രേത്ത, തിങ്ക് ഫാസ്റ്റ്, വേഗം ആലോചിക്കുക, ഇൻഫോർമൽ സിംഗുലർ. പെൻസാത്തെ ഇൻഫ്രേത്ത, ഇൻഫോർമൽ പ്ലൂരൽ. പെൻസി ഇൻഫ്രേത്ത, ഫോർമൽ സിംഗുലർ. പെൻസിനോ ഇൻഫ്രേത്ത, ഫോർമൽ പ്ലൂരൽ. പെൻസ അല്ലെങ്കിൽ പെൻസി, പെൻസാത്തെ എന്നൊക്കെയുള്ള വാക്കിൻ്റെ അർത്ഥം തിങ്ക് എന്നാണ്, ആലോചിക്കുക. നെക്സ്റ്റ് വൺ പാർലപ്യു ഫോർത്തെ, ഇൻഫോർമൽ സിംഗുലർ, സ്പീക്കപ്പ്, ശബ്ദമുയർത്തി സംസാരിക്കുക എന്നതിനാണ് പാർലപ്യു ഫോർത്തെ എന്ന് പറയുന്നത്. പ്ലൂരലിന് പാർലാത്തെ പ്യു ഫോർത്തെ എന്നാണ് പറയേണ്ടത്. എന്നാൽ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ പാർലിപ്യു ഫോർത്തെ, പാർലിപ്യു ഫോർത്തെ എന്ന് പറയണം. പാർല എന്നോ പർലാത്തെ എന്നൊന്നും പറയരുത്, പാർലിപ്യു ഫോർത്തെ. ഇനി പ്ലൂരലാണെന്നുണ്ടെങ്കിൽ പാർലിനോ പ്യു ഫോർത്തെ എന്നാണ് പറയുന്നത്. പാർലിനോ പ്യു ഫോർത്തെ. പാർല അല്ലെങ്കിൽ പർലാരെ എന്ന വെർബിൽ നിന്നാണ് പാർല എന്ന് വേർഡ് വരുന്നത്. സംസാരിക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. പുളിഷി ക്വസ്റ്റോ ഓ പുളിഷി ക്വസ്റ്റ, ഇൻഫോർമൽ സിംഗുലർ, ക്ലീൻ ഡിസ്, ഇത് വൃത്തിയാക്കൂ എന്നുള്ള അർത്ഥമാണ്. പുളീത്തെ ക്വസ്റ്റോ ഓ പുളീത്തെ ക്വസ്റ്റ, ഇൻഫോർമൽ പ്ലൂരൽ. പുളിസ്ക ക്വസ്റ്റോ ഓ പുളിസ്ക ക്വസ്റ്റ, ഫോർമൽ സിംഗുലർ. പുളിസ്കനോ ക്വസ്റ്റോ ഓ പുളിസ്കനോ ക്വസ്റ്റ, ഫോർമൽ പ്ലൂരൽ. വായ് വിയ അല്ലാന്നുണ്ടെങ്കിൽ വാത്തിനെ വിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോയവേ, പോകൂ എന്നതാണ്, ഇൻഫോർമൽ സിംഗുലർ ആണ്. ഏറ്റവും ബെറ്റർ വായ് വിയ എന്ന് മാത്രം പറയുന്നതാണ്. വാത്തിനെ വിയ എന്ന് ഇറ്റാലിയൻ പീപ്പിൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു വേർഡാണ്. അത്രയും ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരാൾ വാത്തിനെ വിയ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മൈൽഡായിട്ടാണ് പറയേണ്ടത്, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ വായ് വിയ എന്ന് പറഞ്ഞാൽ മതിയാകും. ഇൻഫോർമൽ പ്ലൂരലിന് അണ്ടാത്തി വിയ എന്നാണ് പറയുന്നത്. എന്നാൽ ഫോർമൽ സിംഗുലറിന് വാദവിയ എന്ന് പറയണം. ഫോർമൽ പ്ലൂരലിന് വാദനുവിയ എന്നാണ് പറയേണ്ടത്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വായ് വിയ അല്ലെങ്കിൽ വാത്തനെ വിയ എന്ന് നമ്മൾ ഇൻഫോർമൽ സിംഗുലറിന് പറഞ്ഞു. അണ്ടാത്തി വിയ എന്നാണ് പ്ലൂരലിന് പറഞ്ഞത്. വാദവിയ എന്ന് റെസ്പെക്റ്റ് ചെയ്യേണ്ടവരോട് പറയണം. വാദനുവിയ എന്ന് റെസ്പെക്റ്റ് ചെയ്യേണ്ട പ്ലൂരൽ പീപ്പിളിനോടും പറയണം. ഓക്കെ.
റിമാനി കാൽമോ, റിമാനി കാൽമ. സ്റ്റേ കാം, ശാന്തത പാലിക്കുക. ഇൻഫോർമൽ സിംഗുലർ. റിമനേത്തെ കാൽമി, റിമനേത്തെ കാൽമെ. ഇൻഫോർമൽ പ്ലൂരൽ. റിമാങ്ക കാൽമോ, റിമാങ്ക കാൽമ. ഫോർമൽ സിംഗുലർ. റിമാങ്കനോ കാൽമി, റിമാങ്കനോ കാൽമെ. ഫോർമൽ പ്ലൂരൽ. സ്പ്രീഗത്തി, ഹറിയപ്പ്, വേഗം വരൂ, വേഗം ചെയ്യൂ എന്നൊക്കെ പറയാനായിട്ട് ഇറ്റാലിയൻ പീപ്പിൾ ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് സ്പ്രീഗത്തി. ഇൻഫോർമൽ സിംഗുലർ ആണ്. പക്ഷെ നിങ്ങൾ പ്രായമായവരോടൊന്നും ഒരിക്കലും സ്പ്രീഗത്തി എന്ന് പറയരുത്. നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അടുപ്പമുള്ളവരോടും സെയിം ഏജുകാരോടും മാത്രമേ സ്പ്രീഗത്തി എന്ന് പറയാൻ പാടുള്ളൂ. നെക്സ്റ്റ് വൺ സ്പ്രിഗാത്തവി, ഇൻഫോർമൽ പ്ലൂരലാണ്. സിസ്പ്രീഗി, ഫോർമൽ സിംഗുലർ. പ്രായമായവരോട് ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രായമായ വ്യക്തിയാണ് പരിചരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്പ്രീഗി എന്നാണ് പറയേണ്ടത്. യാതൊരു കാരണവശാലും സ്പ്രീഗത്തി അല്ലെങ്കിൽ സ്പ്രിഗാത്തവി എന്നൊന്നും പറയരുത്. ഇനി ഫോർമൽ പ്ലൂരലിന് സിസ്പ്രീഗിനോ എന്നാണ് പറയേണ്ടത്. എന്തെങ്കിലുമൊക്കെ ചെയ്യൂ, പെട്ടെന്ന് ചെയ്യൂ, അല്ലെങ്കിൽ വേഗം വരൂ എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇതിനുള്ളത്. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്പ്രീഗത്തി എന്നവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യൂ എന്നാണ്. അല്ലെങ്കിൽ സ്പ്രീഗത്തി എന്ന് പറയുന്നത് പെട്ടെന്ന് വരൂ എന്നുള്ള അർത്ഥത്തിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. സ്പ്രീഗത്തി, സ്പ്രിഗാത്തവി, സിസ്പ്രീഗി, സിസ്പ്രീഗിനോ. ഇനിഷ്യ ഓറ, സ്റ്റാർട്ട് നൗ, ഇപ്പോൾ ആരംഭിക്കൂ. ഇൻഫോർമൽ സിംഗുലർ. ഇനിഷ്യാത്തെ ഓറ, ഇൻഫോർമൽ പ്ലൂരൽ. ഇനിച്ചിയോറ, ഫോർമൽ സിംഗുലർ. ഇനിച്ചിനോ ഓറ, ഫോർമൽ പ്ലൂരൽ. നെക്സ്റ്റ് വൺ controllo di nuovo, ഇൻഫോർമൽ സിംഗുലർ, മീനിങ് ചെക്ക് അഗെയിൻ, വീണ്ടും പരിശോധിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. controllate di nuovo, ഇൻഫോർമൽ പ്ലൂരൽ. controlli di nuovo, ഫോർമൽ സിംഗുലർ. controllino di nuovo, ഫോർമൽ പ്ലൂരൽ. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. കാരണം പ്രായമായവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോകും. പിന്നെ അവർ അന്വേഷിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം കൊന്ത്രോളി ദി നോവോ, ചെക്ക് അഗെയിൻ, വീണ്ടും പരിശോധിക്കുക. അല്ലെങ്കിൽ ഒന്നിലധികം പേരുണ്ടെങ്കിൽ കൊന്ത്രോളിനു ദി നോവോ എന്നാണ് പറയേണ്ടത്. ആപ്രി ക്വസ്റ്റോ, ഇൻഫോർമൽ സിംഗുലർ, ഓപ്പൺ ദിസ്, ഇത് തുറക്കൂ. അപ്രീത്തെ ക്വസ്റ്റോ, ഇൻഫോർമൽ പ്ലൂരൽ. ആപ്ര ക്വസ്റ്റോ, ഫോർമൽ സിംഗുലർ. ആപ്രനോ ക്വസ്റ്റോ, ഫോർമൽ പ്ലൂരൽ. ആപ്രി അല്ലെങ്കിൽ അപ്രീരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പൺ എന്നുള്ള അർത്ഥമാണ്. ക്വസ്റ്റോ ദിസ്. ലാസ്റ്റ് വൺ കേതി സ്കൂസ ഓറ, അപ്പോളജൈസ് നൗ, ഇപ്പോൾ ക്ഷമ ചോദിക്കൂ. ഇൻഫോർമൽ സിംഗുലറാണ്. കേദേത്തെ സ്കൂസ ഓറ, ഇൻഫോർമൽ പ്ലൂരൽ. കേദ സ്കൂസ ഓറ, ഫോർമൽ സിംഗുലർ. കേദനു സ്കൂസ ഓറ, ഫോർമൽ പ്ലൂരൽ. ഈ സെൻറ്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരെങ്കിലും നിങ്ങളോട് കേദ്യ സ്കൂസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോളജൈസ് നൗ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോൾ ക്ഷമ ചോദിക്കൂ. അതുപോലെ കുട്ടികളോടൊക്കെ പറയാൻ പറ്റിയിട്ടുള്ളൊരു സെൻറ്റൻസാണ് കേദ്യ സ്കൂസ എന്നുള്ളത്. ഈ പഠിപ്പിച്ച 20 സെൻറ്റൻസസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും കേൾക്കുക, ഈ സെൻറ്റൻസുകൾ തറവാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. മേ ഗോഡ് ബ്ലെസ് യു. ഗ്രാzie.